ലൈവില് നമ്മുടെ അനീഷും ആര്യനും തമ്മിലുള്ള ആ ഒരു ഡ്യൂട്ടിയുടെ പേര് പറഞ്ഞുള്ള അടിയുടെ ഒരു കണ്ടിന്യൂവേഷൻ ആയിരുന്നു കേട്ടോ. അപ്പൊ ഇവർ ഇരിക്കുവാണ്, അപ്പാനി ശരത്ത് ഇരിപ്പുണ്ട്, ആ ഒരു ഫ്ലോറിൽ ഇരിപ്പുണ്ട്, പിന്നെ മസ്താനി, ആര്യൻ, അനീഷ്, ഇവർ 3 പേരുമാണ് ഇരിക്കുന്നത്. ആര്യൻ ഡ്യൂട്ടി ചെയ്യുന്നില്ല എന്നും ഡ്യൂട്ടി ചെയ്യാനായിട്ട് ജിസേലിന്റെയും നെവിന്റെയും ഒക്കെ സഹായം സ്വീകരിക്കുന്നു. ഇതാണ് ഈ ഒരു ഫൈറ്റിന്റെ റൂട്ട് കോസ്, മൂല കാരണം. അനീഷ് ഇത് പറയുന്നുണ്ട്. അനീഷ് ഇത് പറഞ്ഞതും ആര്യൻ പ്രൊവോക്ക് ആവുന്നുണ്ട്. ഡോങ്കി, കഴുത എന്നൊക്കെ വിളിക്കുന്നുണ്ട് അനീഷിനെ. പിന്നെ മസ്താനിയും വെസൽ ടീമും ആണ് കേട്ടോ. ഇവരുടെ കൂടെ തന്നെ വെസൽ ടീമാണ്. അപ്പൊ ആര്യനെ പിന്തുണയ്ക്കുന്ന ഒരു അപ്രോച്ചാണ് മസ്താനിക്ക്. കാര്യം അറിയാതെ സംസാരിക്കുന്ന പോലെയൊക്കെ തോന്നി. ഇവർ രണ്ടുപേരും തമ്മിൽ ഓൾറെഡി ഒരു ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഇന്നലെ വന്ന ഒരാൾ ഇന്റർഫിയർ ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് ഫീൽ ചെയ്തു. അവിടെ മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു. പക്ഷെ ആര്യനെ ഒരാവശ്യമില്ലാതെ മസ്താനി പിന്തുണയ്ക്കുന്നുണ്ട്. തനിക്ക് ആരെ വേണേലും കഴുതാ, മരക്കഴുതാന്നൊക്കെ വിളിക്കാം, ഇവൻ വിളിച്ചാലാണ് തെറ്റെന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആര്യനെ ഒരാവശ്യമില്ലാതെ. എന്തായാലും ഇത് ചെറിയ രീതിയിലൊരു വഴക്കായിരുന്നു ഇപ്പോ ലൈവിനകത്ത്. ആര്യൻ നല്ല രീതിയിൽ പ്രൊവോക്ക് ആവുന്നുണ്ട്. ആര്യനെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ചെറിയ കാര്യത്തിന് പോലും ആര്യൻ നല്ല രീതിയിൽ പ്രൊവോക്ക് ആവുന്നുണ്ട്. പിന്നെ ആര്യന്റെ ഒരു സംസാര ശൈലിയും ഗോഷ്ടികളും ഫേസ് വെച്ച് കാണിക്കുന്ന ആംഗ്യങ്ങളും ഒന്നും തന്നെ പിടിക്കുന്നില്ല കേട്ടോ. ഒരു രീതിയിലും പിടിക്കുന്നില്ല. അനീഷ് പറയുന്ന പോലെ പോയിന്റ് പറഞ്ഞതെന്ന് വാദിക്കാൻ അറിയാൻ വയ്യെങ്കിൽ ഒന്നും പറയാൻ പോകരുത് പുള്ളിയുടെ അടുത്തൊന്നും. അത് വേറെ തന്നെ ഒരു മുതലാണ്. പുള്ളിയുടെ അടുത്ത് അങ്ങനെ വെറുതെ പോയി നിന്ന് ഒരു ഫൈറ്റ് ജയിക്കാമെന്നൊന്നും ആരെ കൊണ്ടും എനിക്ക് തോന്നുന്നില്ല. ഇന്നലെ വന്നവർ പോലും അതിനായിട്ട് പറ്റിയുള്ളവരില്ലെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെയാണ്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.